ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ മസാലയൊക്കെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു പകുതി ക്യാരറ്റും ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ പൊടി പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത മാംസഭാഗം മാത്രമാണിത്. ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, വേവിച്ച് വെച്ചിരുന്നതായാലും എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ടേസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മസാല നമുക്ക് ഒരുപാട് ഇട്ടങ്ങ് വേവിച്ചെടുക്കണ്ട. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരേക്കും മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതിൻ്റെ മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ടുള്ളതാണിത്. ഇതുപോലെ തന്നെ മൈദാമാവിലും ചെയ്തെടുക്കാവുന്നതാണ്. മൈദാമാവ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കടലമാവിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഷീറ്റിൻ്റെ 4 അറ്റത്തും കടലമാവ് വെച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മൈദാമാവ് കുഴച്ചെടുത്ത ശേഷം അത് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കടലമാവ് വെച്ച് സ്പ്രെഡാക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മൈദാമാവ് പോലെ തന്നെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോകത്തില്ല, ഒട്ടിയിരുന്നോളും. ഇതുപോലെ തന്നെ എല്ലാ ഷീറ്റിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. അതിനായി ഞാനിവിടെ ഒരു ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഇതുപോലെ കടലമാവ് വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു മൂല ഭാഗത്താണ് ഞാൻ ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ 2 അറ്റവും ആദ്യം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ഇത് കറക്റ്റ് പരുവത്തിലും ടേസ്റ്റിലും കിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല, അതോർത്ത് പേടിക്കണ്ട. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെല്ലാം ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം, എന്നാലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ ഇത് കഴിഞ്ഞപ്പോഴും ഉണ്ട്. അത്ര എണ്ണ ഒന്നും കുടിക്കുകയൊന്നുമില്ല, അതോർത്ത് പേടിക്കണ്ട. ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇത് നമുക്ക് ചിക്കനിൽ മാത്രമല്ല ബീഫ്, മുട്ട, മട്ടൺ അങ്ങനെ എന്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.